ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ നിൽക്കുന്നുണ്ടായത്? ഈ സമയം നടക്കുമ്പോൾ റോഡിലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് ആ കാഴ്ചയിൽ കണ്ടത്? നമ്മള് ഒന്നും സംഗതി അപകടം മനസ്സിലായി. ആദ്യം ഇവര് ഇടയ്ക്ക് സാമ്പിൾ പൊട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ ഒരെണ്ണം ഇതായിട്ട് അതാണ് വിചാരിച്ചത്. പിന്നെ നല്ല തീകോളനെയായിരുന്നു. പക്ഷെ പേടിച്ചുമ്പോഴൊക്കെ ഓടി മാറി അവിടുന്ന്. അതുകൊണ്ടായത്. കാഴ്ച എന്തായിരുന്നു? ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്തായിരുന്നു? തീ കണ്ടു, പിന്നെ പുകയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ തൊക്കെ എങ്ങനെയായിരുന്നു? രക്ഷപ്പെടണം, ഞാൻ ആൾക്കാർ ഓടി വരുന്നുണ്ട് ഇവിടുന്ന്. ഒക്കെ തീയിൽ വന്ന് ആൾക്കാർ വീണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ 1-2 കൂട്ടുകാരന്മാർ വന്നിട്ട് ആളുകളെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. 2-3 ആൾക്കാരെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആംബുലൻസ് വിളി, കൂട്ടുകാരൻ്റെ ആംബുലൻസ് വിളിച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കേണ്ടായത്. പിന്നെ വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറിപ്പോയി എല്ലാവരും. വീട്ടുകാരെല്ലാവരും അവിടെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും. അങ്ങനെ ഉണ്ടായത്. ഇതാണ് അരുൺ ഇവർക്ക് പറയാനുള്ളത്. ഇവിടെ പ്രദേശത്തുള്ളവരാണ്. തൊട്ട് നിങ്ങളെ വീട്ടിന്റെ കട്ടിളയാണ് കട്ടിലിറങ്ങിപ്പോയി. ആ സമയത്ത് എവിടെയായിരുന്നു? വീടിനകത്തായി? ഞങ്ങളകത്തുണ്ടായിരുന്നു. ഞങ്ങളകത്ത് കിടക്കായിരുന്നു. പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഊണ് കഴിഞ്ഞ് കിടന്നതാ. അപ്പോഴാണ് പൊട്ടണ സൗണ്ട് കേട്ടത്. നോക്കിയപ്പോൾ അകത്താകെ ചില്ലുകളൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കൈയിൻ്റെ മുകളിലൊക്കെ ചില്ല് വന്ന് വീണിട്ട് കൈയൊക്കെ മുറിച്ച്. പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താ? പുറത്തേക്കല്ല, ഞങ്ങൾ പിന്നാമ്പുറത്തേക്ക് ഓടിയപ്പോൾ ഓടി. പിന്നെ ആ ഭാഗത്ത് നിന്ന് ആ കുട്ടികളൊക്കെ കരണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞു ഞങ്ങളുടെ വീടൊക്കെ തകർന്നു എന്ന് പറഞ്ഞു. തകർന്നു പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടും തകർന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതേനെ അങ്ങനെ പാടത്തേക്ക് അങ്ങോട്ട് ഓടി. അപ്പോഴേക്ക് കൂടെ ഒരുപാട് പേര് ഓടുന്നു. എല്ലാവരും അങ്ങനെ ഓടിപ്പോയി. ജീവൻ കിട്ടണമെന്നല്ല വിചാരം. പിന്നെ വീടില്ല നോക്കണം നമ്മള്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പാടത്തേക്ക് ഓടിപ്പോയി. പിന്നെ എല്ലാ ആൾക്കാരും പാടത്തുനിന്ന് ഇങ്ങനെ ശരേന്ന് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ ആയിരുന്നോ? തൊട്ടടുത്താണല്ലേ വീട്? ഈ വീട് ചില്ലുകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് 2 ആൾക്കാർ ഓടി വന്ന് വെള്ളം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭാഗത്തേക്ക് വെള്ളം എടുക്കാൻ വരാൻ ധൈര്യമില്ല. അപ്പോൾ പറഞ്ഞു എങ്ങനെ ഇത്തിരി വെള്ളം കൊടുക്കുന്നത്. അതിൽ പണിയുന്നവരായിരുന്നു. അങ്ങനെ വേഗം വെള്ളം എടുത്തപ്പോൾ എല്ലാവരും പൊട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് ആൾ ഓടി വന്നു. അവർ പറഞ്ഞു ഇവിടുന്ന് ഓടിപ്പോയി രക്ഷപ്പെടുക ഇവിടുന്ന് പറഞ്ഞ് വേഗം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടി. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് അകലെ ചെന്നിട്ട് അവിടുന്ന് ഓടി വന്നവർക്ക് വെള്ളം കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാണ്ട് ആകെ ചില്ലെന്ന് അറിഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് കടക്കാനും വേണ്ടി പിന്നെ നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ എല്ലാവരും വന്ന് ഓടി ഒരുപാട് പേര് ഓടി വന്നിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഓടി വന്നിട്ടുണ്ട്. 40-ലധികം ആളുകൾ ഉണ്ടാവുന്നു. അങ്ങനെയാണ് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം ചോദിച്ചു വന്ന് 2 ആളെ വന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ അങ്ങോട്ട് അതേനി അങ്ങോട്ട് കൂടെ ഒക്കെ ഓടുന്നത് അങ്ങോട്ട് കയറി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിലേക്കൊക്കെ കയറി പോയി എന്ന് പറഞ്ഞു. ചില ആളുകളുടെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് തെറിച്ചു പറയുന്നുണ്ട്. അകലെ വന്ന് വീണിട്ട് സന്ധ്യ നേരത്തെ പറക്കി കൊണ്ടുപോയിരുന്നു. ഇവിടുന്ന് അരിയത്ത് വന്നിട്ട് അരിയത്തൊക്കെ കിടന്നിരുന്നത്. അപ്പം ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ ഓടി പോവല്ലേ. സന്ധ്യ ആകുമ്പോൾ ആൾക്കാർ തെരച്ചിലുണ്ടായിരുന്നു. പോലീസ് അമ്മയൊക്കെ ഒരുപാട് കാലമായില്ലേ ഇവിടെ? ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ലേ അടുത്ത കാലത്തൊന്നും അല്ല ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത്? ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നലെ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഒക്കെ കെടുക്കായിരുന്നു. ആ നേരത്താണ് ഈ ഉച്ച നേരത്ത് ഉണ്ടായത്. ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ